സങ്കീർത്തനാലായിനി ഈശ്വരീ സൂത്രകാരം അപ്പോൾ 4 സൂത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ കൂടാതെ അക്ഷരസമാമനായും ഈ 4 സൂത്രങ്ങളിൽ ഹലന്ത്യം, അദർശനം, ലോപഹ, ആദിരന്തേന സഹേത ഇത് 3 സംജ്ഞാസൂത്രങ്ങൾ. തസ്യ ലോപഹ എന്ന് പറയുന്നത് വിധിസൂത്രം. സംജ്ഞാസൂത്രങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംജ്ഞാസൂത്രം കണ്ടുകഴിഞ്ഞാൽ നമ്മളതിൻ്റെ സംജ്ഞയെയും തിരിച്ചറിയും. അതൊരു പ്രധാന കാര്യമാണ്. ഇപ്പൊ ഹലന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂത്രത്തിൽ സംജ്ഞ എന്ന് പറയുന്നത് ഇത്, സംജ്ഞ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് അവസാന വർണ്ണങ്ങൾ ഏതൊക്കെ? ന, ക, അന്ന് എഴുതുന്നു നല്ലതാണ്. തിരിച്ച് സംജ്ഞ, ഇത്ത്, സംജ്ഞി, സംജ്ഞ എന്ന് പറയുന്നത് ഇങ്ങനെ പോലെ സംജ്ഞ പ്രത്യേകം ഇത്ത്, സംജ്ഞി, ണക്ക്, ങ്, അങ്ങനെ 2-3 എഴുതണം. അപ്പൊ ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തില് സംജ്ഞ ഏതാണ്, സംജ്ഞ ഏതാണെന്ന് തിരിച്ചറിയാം. അതുപോലെ ആദിരന്തേന സഹേത, അവിടുത്തെ സംജ്ഞ ഏതാണ്? അച്ച് അല്ലെങ്കിൽ അണ്ണ്, ഏറ്റവും ചെറുതെടുക്കുക. ആദിരന്തേന സഹേതയുടെ ഏറ്റവും ചെറിയ ആയിവണ്, അണ്ണാണ് സംജ്ഞ. അവിടുത്തെ സംജ്ഞ ഏതാണ്? ആ, ഈ, ഉ. അതങ്ങനെ മനസ്സിലാക്കേണ്ട ഒരാവശ്യം കൂടെ ഇവിടെയുണ്ട്. വ്യാകരണ സൂത്രം കൊണ്ട് ഒരു പ്രത്യേകത ഇതാണ്. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലായാലോ എന്ന് ധരിക്കും. പക്ഷെ എപ്പോഴും എന്തെങ്കിലും മനസ്സിലാക്കാൻ അവിടെ ശേഷിക്കും. കാരണം സൂത്രമല്ലേ, ചുരുക്കി പറഞ്ഞിരിക്കുകയല്ലേ. സംജ്ഞ എന്ന് പറയുന്ന ഇത്ത്, സംജ്ഞ, സംജ്ഞ ഇത്ത്, അയ്യുണെന്നുള്ള അവിടെ വേണ്ട. സംജ്ഞ എന്ന് പറയുന്ന ഇത്ത്, അങ്ങനെ സംജ്ഞി, ണ, ക, ങ്, അങ്ങനെ വരുന്ന എല്ലാം വേണമെന്നില്ല. അപ്പൊ ഇവിടെ
ഇതേത് ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തിൽ. ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തിൽ സപ്ഞ എന്ന് പറയുന്ന ഇത്താണ് ഈ എഴുതി കാണിച്ചിരിക്കുന്നത്. അവിടുത്തെ സപ്ഞ എന്ന് പറയുന്നത് ണ്, ക്, ങ്, ച്, ഡ്, അങ്ങനെ പോകും. ബാക്കി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളു. ഇനി ഇതുപോലെ തന്നെ ആദിരന്ത്യേന സഹിത എന്ന് പറയുന്ന സൂത്രത്തെ എടുക്കും. അവിടെ സപ്ഞ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ടെടുക്കുക. അണ്ണ്, ആയി ഉണ്ണിലെ അണ്ണ്, അതാണ് അവിടുത്തെ സപ്ഞ. അവിടുത്തെ സപ്ഞി എന്ന് പറയുന്നത് എന്താണ്? ആയു. ഒരു ഉദാഹരണം. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹലന്ത്യം എന്ന് പറയുന്നിടത്ത് സപ്ഞി എന്ന് പറയുന്ന വർണ്ണമാണ്. ആദിരന്ത്യേന സഹേത എന്ന് പറയുന്നിടത്തും സപ്ഞി എന്ന് പറയുന്നത് വർണ്ണങ്ങളാണ്. ഈ രണ്ട് സൂത്രവും സപ്ഞാസൂത്രവുമാണ്. അദർശനം ലോക എന്ന് പറയുന്നിടത്ത് അതൊരു സപ്ഞാസൂത്രമാണ്. അവിടെ സപ്ഞ എന്ന് പറയുന്ന നമുക്കറിയാം എന്താണ്? ലോപം. അതാണ് അവിടുത്തെ സപ്ഞ. അവിടുത്തെ സപ്ഞി എന്തെന്നുള്ളതാണ്. ഇപ്പൊ ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തില് സപ്ഞി എന്ന് പറയുന്നത് എന്താണ്? അത് ണക്ക്, ങ്, ഇതാണ് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഹല്ല്. അപ്പൊ അവിടെ എന്താണ് സപ്ഞി എന്ന് സൂത്രത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹല്ല് അതാണ്, എന്നുവെച്ചാൽ വർണ്ണങ്ങളാണ്. ആദിരന്ത്യേന സഹേത എന്ന് പറയുന്നിടത്തും സപ്ഞ എന്ന് പറയുന്നത് അണ്ണ്. ആ സൂത്രത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? അന്ത്യേന ഇത സഹിത ആദിഹി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും സപ്ഞ എന്ന് പറയുന്നത് അവിടെ അണ്ണാണ്. സപ്ഞി എന്ന് പറയുന്ന വർണ്ണങ്ങളാണെന്ന് മനസ്സിലാക്കാൻ എന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് സ്വസ്യ മധ്യകാനാഞ്ച സജ്ഞാസ്യ എന്ന് പറഞ്ഞുകൊണ്ട് സപ്ഞി വർണ്ണമാണെന്ന് മനസ്സിലാക്കും. ഇനി അദർശന ലോക എന്ന് പറയുന്നിടത്ത് ഇങ്ങനെയല്ല. ഈ രണ്ട് സൂത്രങ്ങളിലും സപ്ഞിയായിട്ട് വരുന്ന വർണ്ണങ്ങളാണ്. അദർശനം ലോക എന്ന് പറയുന്നിടത്ത് സപ്ഞലോകമാണ്. പക്ഷെ സപ്ഞി എന്ന് പറയുന്നത് എന്താണ്? അദർശനമല്ല. എന്ന് പറഞ്ഞാൽ അദർശനം എന്ന് പറയുന്ന ശബ്ദമല്ല. മറ്റു രണ്ടിടത്ത് ശബ്ദമാണ് സപ്ഞി. മറ്റു രണ്ടിടത്തും ആ സപ്ഞിയെ സൂത്രത്തിൽ തന്നെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹലന്ത്യം എന്നുള്ളിടത്ത് വർണ്ണത്തെ ഹല്ലെന്ന് നിർദ്ദേശിച്ചു. ആദിരന്ത്യേന സഹിത എന്നുള്ളിടത്ത് അന്ത്യേന സഹിത ആദി എന്ന് നിർദ്ദേശിച്ചു. അവിടെ പിന്നെ മധ്യഗാന സ്വസ്യ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ സപ്ഞിയായ വർണ്ണങ്ങളെ സൂത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദർശന ലോക എന്ന് പറയുന്നിടത്ത് എന്താണ്? ലോകമാണ് സപ്ഞ. അദർശനം ആണോ ഇവിടുത്തെ സപ്ഞി? അല്ല. എന്നുവെച്ചാൽ അദർശനം എന്ന് പറയുന്ന ശബ്ദമല്ല. ഇവിടെ സപ്ഞി എന്ന് പറയുന്നത് എന്താണ്? അദർശനം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ്. ആ ശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണാഭാവം അല്ലെങ്കിൽ വർണ്ണവിനാശം എന്ന് വേണമെങ്കിലും പറയാം.
രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ സൂക്ഷ്മമായി ഗ്രഹിച്ചാലേ വ്യാകരണത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ധരിക്കാൻ പറ്റും. ഹലന്ത്യം അതിരന്ത്യേന സഹേത എന്ന് പറയുന്നിടത്തെല്ലാം സംജ്ഞ കൊടുത്തിരിക്കുന്നത് വർണ്ണങ്ങൾക്കാണ്. അദർശനം ലോപ എന്ന് പറയുന്ന സൂത്രത്തിൽ ലോപസംജ്ഞ കൊടുത്തത് അദർശനത്തിനാണ്. പക്ഷെ അദർശനം എന്ന് പറയുമ്പോൾ അദർശനം എന്ന് പറയുന്ന ആ ശബ്ദത്തിനല്ല ഗ്രഹിക്കേണ്ടത്, ആ ശബ്ദത്തിന്റെ അർത്ഥത്തെയാണ്. വർണ്ണാഭാവത്തിനാണ് സംജ്ഞ. അതുകൊണ്ടെന്താ സംഭവിക്കുന്നത്? വിശേഷത എന്താണ്? തസ്യ ലോപഃ എന്ന് പറയുമ്പോൾ പറഞ്ഞു അതൊരു വിധിസൂത്രം, വിധിക്കുകയാണ്. ലോപത്തെ വിധിക്കുമ്പോൾ ലോപം എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. എന്തിന്റെ? ഏതെങ്കിലും ഒരു വർണ്ണത്തിന്റെ സംജ്ഞയല്ല, പിന്നെയോ വർണ്ണവിനാശത്തിന്റെ സംജ്ഞയാണ്. അതുകൊണ്ട് പാണിനി എവിടെയാണോ ലോപത്തെ വിധിക്കുന്നത് അവിടെ വർണ്ണത്തിന് വിനാശം സംഭവിക്കും. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഉച്ചാരണാഭാവം അല്ലെങ്കിൽ ശ്രവണാഭാവം എന്നെല്ലാം പറഞ്ഞത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഒന്നിന് ലോപം വിധിക്കുമ്പോൾ എങ്ങനെ ആ വർണ്ണം ഇല്ലാതാകുന്നു? കാരണം അവിടെ ലോപം എന്ന് പറഞ്ഞ സംജ്ഞയുടെ സംജ്ഞ എന്ന് പറയുന്നത് വർണ്ണത്തിന്റെ വിനാശമാണ്, അല്ലാതെ അവിടെ അദർശനം എന്ന് പറയുന്ന ശബ്ദമല്ല. ഇത് കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മൾ പെട്ടെന്നത് അർത്ഥം പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലായില്ലെന്ന് വരും. മറ്റു രണ്ടിടത്തും വർണ്ണങ്ങൾക്കാണ് സംജ്ഞ വരുന്നത്, ഇവിടെ വർണ്ണവിനാശത്തിനാണ് സംജ്ഞ വരുന്നത്. മറ്റു രണ്ടിടത്തും സംജ്ഞയെ സൂത്രത്തിൽ തന്നെ നമുക്ക് കാണാം വർണ്ണങ്ങളായിട്ട്. ഇവിടെ സംജ്ഞയെ സൂത്രത്തിൽ കാണാൻ പറ്റില്ല. സൂത്രത്തിൽ കാണുന്ന എന്താണ്? അദർശനത്തെയാണ്. പക്ഷെ ആ ശബ്ദത്തിലൂടെ സംജ്ഞയില്ല, മറിച്ച് അതിന്റെ അർത്ഥത്തിനാണ് സംജ്ഞ. ഈ പാണിനീയ സൂത്രങ്ങൾക്ക് നമുക്കറിയാം വാർത്തികം, അങ്ങനെ അതതിൻ്റെ ഒരു വ്യാഖ്യാനം, ഒരു തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ്. ഭാഷ്യം വളരെ വിശദമായ വ്യാഖ്യാനമാണ്. അതുപോലെ സൂത്രങ്ങൾക്കുള്ള വേറൊരു വ്യാഖ്യാനമാണ് കാശിക വൃത്തി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ സൂത്രക്രമത്തിൽ സൂത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വാമന ജയാദിത്യൻ എന്ന് പറയുന്ന രണ്ടാചാര്യന്മാർ ആണ് ഈ വ്യാഖ്യാനം എഴുതിയത്. രണ്ടുപേരും കൂടി ചേർന്നാണ്. അപ്പോൾ ഓരോ സൂത്രത്തിനെയും ഇതുപോലെ തന്നെ ഓരോ പദങ്ങളെയും എടുത്ത് അവരർത്ഥം പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് വ്യാഖ്യാനമുണ്ട്, ന്യാസം, പദമഞ്ജരി. വ്യാകരണത്തിന്റെ വ്യാഖ്യാനങ്ങൾ വളരെ വിപുലമാണ്. അദർശനം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം പറയുന്നത് എന്താണ്? വർണ്ണവിനാശം എന്നാണ്, വർണ്ണനാശം. അങ്ങനെ അർത്ഥം പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്താണ്? വർണ്ണാഭാവം. അപ്പോൾ ലോപം എന്ന് പറയുമ്പോൾ ഒരു വർണ്ണം എങ്ങനെ ഇല്ലാതാകുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അദർശന ലോപം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വ്യാഖ്യാനിച്ചാണ്. അതിൽ പ്രസക്തസ്യ എന്ന് പറയുന്നത് പലർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. എന്തിന് പ്രസക്തസ്യ എന്ന് പറഞ്ഞു? അദർശനം ലോപ, വർണ്ണനാശത്തിന് ലോപം എന്നൊരു പേരെന്ന് പറഞ്ഞാൽ പോരെ. പ്രസക്തസ്യ എന്ന് പറയാൻ കാരണം ഈ അദർശനം ലോപ എന്ന് പറയുന്ന സൂത്രത്തിൽ പൂർവ്വത്തിൽ നിന്ന് സ്ഥാനെ എന്ന് പറയുന്ന ഒരു ശബ്ദം ഇങ്ങോട്ട് വരുന്നുണ്ട്, അനുവൃത്തി. സ്ഥാനം എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിൽ പ്രസക്തി എന്നാണ് അർത്ഥം. അത് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് കൂടുതൽ വിശദീകരിച്ച് പഠിക്കും.
സ്ഥാന അന്തരതമ എന്ന് പറയുന്ന സൂത്രം വരുമ്പോൾ അവിടെ നമ്മൾ വിശദീകരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്രസക്തസ്യ എന്ന് പറയുന്നത്. അപ്പോൾ വർണ്ണാഭാവം എന്ന് പറയുന്നത് എല്ലായിടത്തും കാണും. വർണ്ണം ഉച്ചരിച്ചില്ലെങ്കിൽ അതിന്റെ അഭാവമാണ്. അങ്ങനെയുള്ളിടത്തെല്ലാം ഇവിടെ ലോപസഞ്ജയില്ല. ഏതെങ്കിലും കാരണവശാൽ ഉച്ചാരണം പ്രാപ്തമാകുന്നിടത്ത് ആ വർണ്ണത്തിന് വിനാശം സംഭവിക്കുന്നതാണ് ലോകം. അതുകൊണ്ടാണ് പ്രസക്തം എന്ന് പറഞ്ഞത്. അങ്ങനെ അല്ലെങ്കിൽ എന്താ ദോഷം വരും. അത് പ്രക്രിയയിൽ ദോഷം വരും. അതൊക്കെ നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ ഇതുവരെ ഇതിൽ പറഞ്ഞത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 14 സൂത്രങ്ങൾ പറഞ്ഞു, അതിനെ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് ഇവയുടെ അവസാന വർണ്ണങ്ങൾക്ക് ഇസഞ്ജയുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇസഞ്ജ ഉണ്ടാകുന്നതെന്നുള്ള ജിജ്ഞാസയുണ്ടായി. അതിന് പരിഹാരമായിട്ട് പറഞ്ഞു ഹലന്ത്യം. ഉപദേശങ്ങളുടെ അന്ത്യവർണ്ണങ്ങൾക്കാണ് ഇസഞ്ജയുള്ളത്. അവിടെ ജിജ്ഞാസ ഉണ്ടാകുന്നു. എന്തിനാണ് ഇസഞ്ജ വിധിച്ചത്? പറഞ്ഞു ആദിരന്ത്യേന സഹേത. എങ്ങനെയാണ് ഇസഞ്ജ വിധിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആദിരന്ത്യേന സഹേത എന്നുള്ള സൂത്രം കൊണ്ട് പ്രത്യാഹാരത്തെ ഉണ്ടാക്കാനാണ്. എന്താണ് പ്രത്യാഹാരം എന്ന് മനസ്സിലായി. ശരി, പ്രത്യാഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു ആദ്യം മധ്യങ്ങളെയും ഗ്രഹിക്കണം. ഇപ്പൊ ജിജ്ഞാസ ഉണ്ടാകുന്നപ്പോൾ അവസാനത്തതോ പറഞ്ഞു തസ്യലോപ, അതിന് നാശം സംഭവിക്കും. ഇപ്പൊ ലോപഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു അദർശന ലോപഹ, നാശമാണ് ലോകം. അപ്പോ ഈ 14 സൂത്രങ്ങളുടെയും വ്യാഖ്യാനം വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ വരുന്ന ജിജ്ഞാസയുടെ നിവൃത്തിയുടെ ക്രമത്തിലാണ് നമ്മൾ ഈ സൂത്രങ്ങൾ മനസ്സിലാക്കി. ഹലന്ത്യം ആദിരന്ത്യേന സഹിത തസ്യലോപ അദർശനലോപാണ്. ഇനി ഈ ലഘുശുദ്ധമതി എഴുതിയാളൊരു ക്രമം വച്ചിട്ടുണ്ടല്ലോ. ആ ക്രമം അനുസരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ? കാര്യമൊന്നു തന്നെ, എന്നാലും ഇതിലെ ക്രമം അനുസരിച്ച് പറയുകയാണെങ്കിൽ യേശാമന്ത്യ ഇതഹ എന്ന് വന്നപ്പോൾ ഇവിടെ ഇത്തെന്ന് പറഞ്ഞു. എന്താണ് ഇത്തെന്ന് ജിജ്ഞാസയുണ്ടായപ്പോൾ പറഞ്ഞു ഹലന്ത്യം. സൂത്രത്തിലൂടെ ഇത്ത് മനസ്സിലാക്കി. ഇസഞ്ജ വിധിച്ചാൽ ഇതല്പം വളഞ്ഞ രീതിയാണ്. അതിന് ലോപം സംഭവിക്കും എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് ലോപമെന്ന് മുൻകൂട്ടി പറയുന്നു. കാരണം എന്താണ് ലോപമെന്ന് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാലേ ലോപം വരുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഹലന്ത്യം എന്നുള്ള സൂത്രം കഴിഞ്ഞതിന് ശേഷം ആദ്യം എന്താണ് ലോപമെന്ന് പറഞ്ഞു. അദർശനമാണ് ലോപമെന്ന് പറഞ്ഞു. അപ്പൊ ലോപം മനസ്സിലാക്കി. എന്നിട്ട് പറയുന്നു തസ്യലോപഹ. അപ്പോൾ ആ യുഗങ്ങൾക്ക് ഇതിലേക്ക് അന്ത്യവർണ്ണങ്ങൾക്ക് ലോകം സംഭവിച്ചു. തസ്യത്തോ ലോപകസ്യ. അപ്പോൾ ഒരാളുടെ മനസ്സിൽ സംശയം വരുന്നു. ആയുണ്ടെന്ന് പറഞ്ഞു, അന്ത്യവർണ്ണത്തിന് ഇസഞ്ജ വിധിച്ചു, അതിന് ലോപം വിധിച്ചു. പിന്നെ എന്താ അതിന്റെ പ്രയോജനം? അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് നാദയോ അനാദ്യർത്ഥാഹ തസ്യ ലോപയ്ക്ക് ശേഷം. ഇതെല്ലാം ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സൂത്രങ്ങളുടെ അവസാന വർണ്ണത്തിന് ഇസഞ്ജ വിധിച്ച് ലോപം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ വർണ്ണം വന്നു? പറഞ്ഞു നാദികൾ, നാദേഹ, അയോണ് തുടങ്ങിയ 14 സൂത്രത്തിലെയും അവസാന വർണ്ണങ്ങളാണ് ന തുടങ്ങിയവ, അയോണെണ്ണ ഋക്ക് തുടങ്ങിയവ. അനാദി അർത്ഥാഹ, അനാദികൾക്ക് വേണ്ടിയാണ്. അനാദി സംജ്ഞകൾക്ക് വേണ്ടിയാണ്.
അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. അനാദയോ അനാദ്യർത്ഥ. തസ്യ ലോകപ്രകാരം ഈ അവസാന വർണ്ണങ്ങൾക്ക് ലോകം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെന്തിനു വേണ്ടി? അതിന് സമാനം പറഞ്ഞു, ഈ നാദികളെല്ലാം അനാദി സംജ്ഞകൾക്ക് വേണ്ടിയാണ്, എന്നുവെച്ചാൽ പ്രത്യാഹാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ അയാളുടെ ചോദ്യം വരുന്നു, എന്താണ് ഈ പ്രത്യാഹാരം? എങ്ങനെ പ്രത്യാഹാരത്തെ സൃഷ്ടിക്കും? അപ്പോൾ പറഞ്ഞു, ആദിരന്ത്യേന സഹേത, ഇതാണ് പ്രത്യാഹാരം. അനാദി സംജ്ഞകൾ ഈ സൂത്രത്തിലൂടെയാണ് കിട്ടുന്നത്. ഈ ക്രമത്തിലാണ് ലഘുസിദ്ധാന്തമതിയുടെ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ സൂത്രങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുമ്പോൾ ഈ ക്രമത്തിൽ തന്നെ ഓർമ്മിച്ച് വയ്ക്കുന്ന എന്താണ്? ഹലന്ത്യം അദർശനലോപ തസ്യലോപ ആദിരന്ത്യേന സഹേത. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ വിശദീകരിച്ച് മനസ്സിലാക്കി. അപ്പോൾ സംസ്കൃതത്തിന്റെ വ്യാകരണം നമ്മൾ പഠിക്കുമ്പോൾ അത് സംസ്കൃത ഭാഷയിലൂടെയും മനസ്സിലാക്കണമെന്നുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചുരുക്കത്തിൽ സംസ്കൃതത്തിലും പറയാം. എങ്ങനെ? ആദൗ ലഘുസിദ്ധാന്ത കൗമുദ്യാം ചതുർദശ സൂത്രാണി നിർദ്ദിഷ്ടാനി തദനന്തരം തസ്യ വ്യാഖ്യാനരൂപേണ തസ്യ ഉപോദ്ഘാതസ്യ വ്യാഖ്യാനരൂപേണ അഥവാ തേഷാം സൂത്രാണാം വ്യാഖ്യാനരൂപേണ ഇതി മാഹേശ്വര സൂത്രാണി ഭവന്തി യേഷാം അന്ത്യാഹ ഇതഃ ഭവന്തി ഇത്യാദീനപി ഉക്താനി. തത്ര തസ്മിൻ വാക്യേ ഇത് ഇതി സംജ്ഞാ നിർദ്ദിഷ്ട. തത്ര ശ്രോതുർ ആകാംക്ഷ ജായത്തെ. ഇത് ഇത്യനേന കിമുക്ത? തസ്യാഹ ആകാംക്ഷായാഹ നിവാരണാർത്ഥം ഹലന്ത്യം ഇതി അത്ര പ്രഥമ സൂത്രം നിർദ്ദിഷ്ടം. അസ്യർത്ഥഃ ഉപദേശേ അന്ത്യം ഹൽ ഇതി സ്യാത് ഇതി അത്രൈവ അധോലിഖിതം. കേന? വരദരാജ പണ്ഡിതേന. യവഞ്ച അനേന സൂത്രേണ സൂത്രാണാം അന്ത്യവർണ്ണാനാം ഇത്സഞ്ജാ സിദ്ധ. കിമർത്ഥം അത്ര ഇത്സഞ്ജാകരണം? തസ്യ സമാധാനരൂപേണ തദനന്തരം ഉക്തം ആദിരന്ത്യേന സഹേത ഇതി സൂത്രം. ആദിരന്ത്യേന സഹേത ഇതി അനേന സൂത്രേണ പ്രത്യാഹാര സംജ്ഞാകരണായ അഥവാ അചാദി സംജ്ഞാകരണായ പൂർവം ഹലന്ത്യം ഇതി സൂത്രദ്വാരാ ഇത്സഞ്ജാ കൃത. ഏവം പ്രകാരേണ അന്ത്യേന ഇതാ സയുത ഉച്ചാര്യമാണ ആദിവർണ്ണഃ സ്വസ്യ മധ്യകാനാം സംജ്ഞാ സ്യാത് ഇത്യേവം അനാദി സംജ്ഞാ സിദ്ധ. തേന
ഐ ഉ ഇത്യാദീനാം വർണ്ണാനാം അണാദി സംജ്ഞ സിദ്ധ. തദുപരി യേഷാം പ്രത്യാഹാരാണ അഥവാ അചാതി സംജ്ഞാന അന്ത്യവർണ്ണാന കാ കഥ കിം സ്യാത്? തസ്യ സമാധാനാർത്ഥം തേഷാം വർണ്ണാന തസ്യ ലോപഃ ഇത്യനേന സൂത്രേണ ലോപഃ വിധീയത്തെ. ലോപ ഇത്യുക്തേ കോ അർത്ഥഃ? തച്ഛങ്കാ നിവാരണായ തദനന്തരം ലോപസഞ്ജ വിധീയത്തെ അദർശനം ലോപ ഇത്യനേന സൂത്രേണ. അത്ര അനേന സൂത്രേണ വർണ്ണ വിനാശസ്യ ലോപസഞ്ജ ക്രിയത്തെ. പൂർവോക്ത സൂത്രദ്വയേ അപി വർണ്ണാനാം സംജ്ഞ വിഹിത. ഫലന്ത്യമിത് സൂത്രേ അന്ത്യവർണ്ണാനാം സംജ്ഞ വിഹിത. ആദിരന്ത്യേന സഹേത ഇത്യസ്മിൻ സൂത്രേ ആ ഇ ഉ ഇത്യാദി വർണ്ണാനാം അചാദി സംജ്ഞ വിഹിത. വിഹിത ഇത്യസ്യ കൃത ഇത്യർത്ഥഃ. കിന്തു അദർശനം ലോപ ഇത്യസ്മിൻ സൂത്രേ അദർശനം ഇതി ശബ്ദസ്യ ന തു സംജ്ഞ ക്രിയത്തെ. പരന്തു അദർശനം ഇതി ശബ്ദസ്യ അർത്ഥരൂപസ്യ വർണ്ണാഭാവസ്യ സംജ്ഞ വിധീയത്തെ. തേന കിം സിദ്ധ്യതി? യത്ര കുത്രാപി ലോപോ വിധീയത്തെ സർവത്ര തത്ര ഉദ്ദിഷ്ടസ്യ വർണ്ണസ്യ അഭാവോ ഭവേത്. ഇതി ശം മതിയല്ലോ. നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ സംസ്കൃതം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇത്രയും മലയാളത്തിൽ പറഞ്ഞതിന് ശേഷം സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. ആദ്യം ഇതങ്ങോട്ട് സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയകാലത്ത് അങ്ങനെയല്ല, സംസ്കൃത ഭാഷ പഠിച്ചിട്ടാണ് വ്യാകരണം പഠിക്കുന്നത്. ഇന്നിപ്പം നമ്മളങ്ങനെയല്ല, വ്യാകരണത്തിലൂടെ ഭാഷ പഠിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഇത് വിശദീകരിച്ചിട്ട് പിന്നെ സംസ്കൃതത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം വരത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ സംസ്കൃതത്തിൽ പറഞ്ഞില്ലെങ്കിൽ അത് പറയുന്ന എനിക്ക് ഒരു മോശമാണ്, നിങ്ങൾക്കും മോശമാണ്. അതുകൊണ്ട് രണ്ട് രീതിയിലും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അതിലെന്തേലും സഹിത പറഞ്ഞിട്ട് പറയുന്നു യഥ അണിതി ആയുവ് വർണ്ണാന സംജ്ഞ. അണ്ണെന്ന് പറഞ്ഞ ആയുവ് തുടങ്ങിയ വർണ്ണങ്ങളുടെ സംജ്ഞയാണ്. ഏവം അച്ച് അൽ ഹല്ല് അല് ഇത്യാദേഹ, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം മാത്രം അത് ആരും ധരിച്ചുകളയരുത്, ഞങ്ങൾ ഈ 4 സൂത്രം ശരിക്കും പഠിച്ചിരിക്കുന്നു. കാരണം ഇതിലിനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയതിൽ കഴിയുന്നത്ര ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു തന്നെയാണ്.
ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാശിക, സിദ്ധാന്ത കൗമുദി, മഹാഭാഷ്യം, പ്രതീപം, ഉദ്യോഗം, ശബ്ദേന്ദു ശവൈഖരം, പ്രൗഢമനോരമ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുക, കൂടുതൽ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം പാണിനി 14 സൂത്രങ്ങൾ വിധിച്ചിട്ട് ആ സൂത്രങ്ങൾക്ക് അച്ച് തുടങ്ങിയ സംജ്ഞകളെ വിധിച്ചു. ഇത് സംജ്ഞാപ്രകരണമാണ്. അപ്പൊ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? അച്ചെന്നൊരു സംജ്ഞയുണ്ട്, അണ്ണെന്നൊരു സംജ്ഞയുണ്ട്, അല്ലെന്നൊരു സംജ്ഞയുണ്ട്, അട്ടെന്നൊരു സംജ്ഞയുണ്ട്, അശ്വെന്നൊരു സംജ്ഞയുണ്ട്. എത്രയോ സംജ്ഞ. ഇപ്പോൾ ഒരു ആ എന്ന് പറയുന്ന ഒരു വർണ്ണത്തിന് വന്ന് ഇതെല്ലാം പാണിനി കൊണ്ടുപോയി ഉപയോഗിക്കുകയും ചെയ്യും ഓരോ സൂത്രങ്ങളിൽ. ഒരേ ഒരു വർണ്ണത്തിന് തന്നെ ഈ ഒരു ഒറ്റ സൂത്രം കൊണ്ട് പാണിനി എത്ര അനേക സംജ്ഞകൾ വിധിച്ചു. ഇതാണ് പാണിനിയുടെ ബുദ്ധി. എങ്ങനെയാണ് നമ്മൾ രണ്ടു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, എങ്ങനെയാണ് ഭാഷയിൽ പാണിനി ഈ നിയമങ്ങളെ പ്രയോഗിക്കുന്നത്. മറ്റൊന്ന്, പാണിനിയുടെ ബുദ്ധിയിൽ എങ്ങനെയാണ് ഈ നിയമങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. അതും രണ്ടു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വീണ്ടും എന്ത് ചെയ്യുന്നു? ഇതേ വർണ്ണങ്ങൾക്ക് തന്നെ പാണിനി ചെയ്യുന്നത് ഹ്രസ്വം, ദീർഘം, പ്ലുതം, ഈ 3 സംജ്ഞകളെ വിധിക്കുകയാണ് ഒറ്റ സൂത്രത്തിൽ. അത് ഈ വർണ്ണങ്ങൾക്കെന്ന് പറയുമ്പോൾ സ്വരങ്ങൾ, സ്വരം എന്ന് പറയുമ്പോൾ അച്ഛൻ. അടുത്ത സൂത്രം അതാണെന്ന് മനസ്സിലാക്കുക. എന്താണ്? സ്വരങ്ങൾക്ക് ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്ന 3 സംജ്ഞകൾ വിധിക്കുന്ന സൂത്രമാണ് അടുത്തത് എന്ന് മനസ്സിലാക്കുക. ഇനിയും ഒരുപാട് സംജ്ഞകൾ വിധിക്കും. ആ എന്ന് പറയുന്നതിന് അല്ല്, അട്ട്, അശ്, അണ്ണ്, അക്ക് തുടങ്ങി പല സംജ്ഞകൾ വന്നത് കൂടാതെ ഇനി എന്തുവരും? ഹ്രസ്വം, ദീർഘം, പ്ലുതം 3 പേരൂടെ കിട്ടും. അതും പലയിടത്തും ഉപയോഗിക്കും. ഇനി ആ സൂത്രം നോക്കുക. ഓകാലോജ്രസ്വ ദീർഘപ്ലുത വായിക്കുക. ഇത് പിരിച്ചു വായിക്കുമ്പം ഊകാലഹ അച്ച് ഹ്രസ്വദീർഘപ്ലുത എന്ന് വായിക്കുന്നു. അതിൽ ഊകാലഹ എന്ന് പറയുന്ന ഒരു പദമാണ്, അച്ഛെന്ന് പറയുന്ന മറ്റൊരു പദം. ഹ്രസ്വദീർഘപ്ലുത എന്ന് പറയുന്ന 3ാമത്തെ പദം. സാധാരണ ഒരാൾ ചോദിക്കുക, ഹ്രസ്വദീർഘപ്ലുത എന്ന് പറയുന്നിടത്ത് 3 പദമില്ലേ? ശരിയാണ്, അതിനകത്ത് 3 പദങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ ഒരു പദമാക്കിയിരിക്കുന്നു. അതിനാണ് സമാസം എന്ന് പറയുന്നത്. സമാസം എന്ന് പറയുന്നത് ചെമ്പും ഈയും എല്ലാം കൂടെ ഉരുക്കി ചേർത്തൊരു പുതിയ ലോഹം ഉണ്ടാക്കുന്നത് പോലെ പദങ്ങളെ ഉരുക്കി ചേർക്കുന്നതാണ് സമാസം. അങ്ങനെ 3 പദങ്ങളെ ഉരുക്കി ചേർത്ത സമാസമാണ് ഹ്രസ്വദീർഘപ്ലുത. അങ്ങനെ ഉരുക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളതിന് ഒരു പദമായിട്ട് സ്വീകരിക്കത്തുള്ളൂ. ഊകാലഹ എന്ന് പറയുന്നു. അങ്ങനെയാണ് അവിടെ 2 പദങ്ങളുണ്ട്. അതിനെ ഉരുക്കി ചേർത്ത് ഒരു പദമാക്കി, അതാണ് ഊകാലഹ. അച്ഛെന്ന് പറയുന്നത് ഒരു പദം. അപ്പൊ ഈ കൂട്ടിച്ചേർത്ത പദങ്ങൾക്ക് പൊതുവെ പറയുന്നതാണ് സമസ്ത പദം. സമസ്ത പദം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഒന്നിൽ കൂടുതൽ പദങ്ങളെ വിളക്കി ചേർത്തിരിക്കുകയാണ്. അവിടെ സാധാരണ പദങ്ങളെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പിരിച്ചെടുക്കും. ഇതി ഏവം ചേർത്ത് ഇത്യേവം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ അവിടെ പിരിക്കും. ഇതി ഏവം ദോഷമൊന്നുമില്ല, അങ്ങനെ പിരിക്കും. പക്ഷേ ഈ
വിളക്കി ചേർത്ത പദങ്ങളെ പിരിക്കാൻ പാടില്ല. അങ്ങനെ ഊ കാലഹ അങ്ങനെ പിരിക്കരുത്. പിന്നെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ പറയുന്നതിന് വിഗ്രഹിക്കുക എന്ന് പറയും. ഇതിനെ വിഗ്രഹിക്കണം. വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥ അവബോധകം വാക്യം വിഗ്രഹ. അർത്ഥത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ആ സമസ്ത പദത്തിലെ പദങ്ങളെ ഉപയോഗിക്കുന്നതിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഊകാലഹ എന്ന് പറയുന്ന ഈ പദത്തെ, സമസ്ത പദത്തെ നമ്മൾ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവും. ഇതൊക്കെ ഭാഷയുടെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഹ്രസ്വദീർഘപ്ലുത എന്ന് പറയുന്നതിനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അച്ചെന്ന് പറയുന്നത് ഒരു പദമാണ്. അത് പിന്നെ വിഗ്രഹിക്കാനൊന്നുമില്ല, ഒന്നല്ലേ. ഊകാലഹ അച്ചെന്ന് പിരിക്കുമ്പോൾ അവിടെ നമുക്ക് പിരിക്കാം. എന്തുകൊണ്ടാണ്? ഊകാലഹ വേറൊരു പദമാണ്, അച്ച് വേറൊരു പദമാണ്. അവിടെ വിഗ്രഹിക്കേണ്ട കാര്യമില്ല. അവിടെ സന്ധി വന്നിരിക്കുകയാണ്. അതാണ് ഊകാലഹ അച്ചെന്നുള്ളത്. ഊകാലോ അച്ചെന്നായത് ആ സന്ധി നമ്മളിനി പഠിക്കും. അച്ച് ഹ്രസ്വദീർഘപ്ലുത എന്നിടത്ത് നമ്മൾ സന്ധിയെ വിച്ഛേദിച്ചു. വിഗ്രഹമല്ല. അതുകൊണ്ടാണ് അച്ച് ഹ്രസ്വദീർഘപ്ലുത എന്ന് വന്നത്. സന്ധി ചെയ്തപ്പം ഹകാരം എന്തായി മാറി? ജ് എന്നായി, ഘോഷാക്ഷരമായി മാറി. അതിന്റെ നിയമങ്ങൾ ഇനി പഠിക്കും. ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിലപുണ്ണാക്കണ്ട. പഠിച്ചിട്ടുള്ളവർക്ക് അതറിയാം. ജകാരമായി മാറി. അപ്പൊ ആ സന്ധികളൊക്കെ നമ്മൾ പിന്നീടും മനസ്സിലാക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ഊകാല എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഊകാല എന്ന് പറഞ്ഞാൽ? അപ്പൊ അതിനെ വിഗ്രഹിച്ചേ മനസ്സിലാവും. എങ്ങനെയാ ഇത് വിഗ്രഹിക്കുന്നത്? ഊകാലഹ കാലോ യസ്യ. ബഹുവ്രീഹി സമാസമാണ്. ആ സമാസങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ ഞാൻ പൊതുവെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അതൊന്നും വിശദീകരിക്കത്തില്ല. അത് നമ്മൾ സമാസം പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലായിക്കോളും. ഇപ്പൊ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ പറയൂ. സപ്തമി ഉപമാന പൂർവപദസ്യ ബഹുബ്രീഹി വാച്യോ വാച ഉത്തരപദലോപഹ എന്നൊരു വാർത്തകമുണ്ട്. ഈ സമാസങ്ങളൊക്കെ വിധിക്കാൻ സൂത്രങ്ങളും വാർത്തകങ്ങളും ഉണ്ട്. അതനുസരിച്ച് ഇവിടെ സമാസം വരും. കേട്ട് പരിചയം വരാൻ വേണ്ടി മാത്രം ഞാൻ ആ വാർത്തകത്തെ പറഞ്ഞു. അതുകൊണ്ട് ആരും ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ഊകാലഹ കാലോ യസ്യ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് മനസ്സിലാക്കണമെങ്കിൽ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മാത്ര എന്നാണ്. മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹ്രസ്വം ഏകമാത്ര, ദീർഘം ദ്വിമാത്ര, പ്ലുതം ത്രിമാത്ര എന്ന് പറഞ്ഞാൽ ഹ്രസ്വത്തെ നമ്മൾ ഉച്ചരിക്കാൻ എടുക്കുന്ന ആ കാലം, അതിനാണ് മാത്ര എന്ന് പറയുന്നത്. അപ്പോ ഊകാല എന്ന് പറയുന്നത് എങ്ങനെ വിവരിച്ച്? ഊ കാലഹ കാലോ യസ്യ. ഊകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊവിന്റെ കാലം. ഊ എന്ന് പറയുന്നത് നമുക്കറിയാം, ശബ്ദം. ഊ, ആ, ഈ ഊ എന്ന് പറയുന്ന ഊ. ഇത് കുറച്ച് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഊവിന്റെ കാലത്തിനെയാണ് ഊകാലം എന്ന് പറയുന്നത്. ഊ എന്ന് പറയുന്ന ആ
സ്വരത്തിന്റെ കാലം. എന്താണ് ഈ ഊ എന്ന് പറയുന്നത് അവസാനമേ പറയത്തുള്ളൂ. ഇപ്പൊ ഊ എന്ന് പറയുന്ന ശബ്ദമെന്ന് നമ്മൾ മനസ്സിലാവും. കാലം എന്ന് പറഞ്ഞാൽ മാത്രം. പക്ഷെ ഇവിടെ കാലശബ്ദത്തിന്റെ അർത്ഥം മാത്രയാണെങ്കിലും ഇതൊരു ലാക്ഷണിക പ്രയോഗമാണ്. മാത്ര എന്നുള്ള അർത്ഥം എടുത്താൽ പോരാ. ഓവിന്റെ മാത്രയ്ക്ക് സദൃശമായ മാത്ര എന്നർത്ഥം എടുക്കണം, എന്നാലേ ശരിയാവും. ഊവിന്റെ മാത്രയ്ക്ക് സദൃശമായ, അപ്പോൾ ഊ കാലഹ എന്ന് പറയുന്നിടത്ത് കാലശബ്ദത്തിന്റെ അർത്ഥം കാലസദൃശം എന്നാണ്. എന്നുവെച്ചാൽ മാത്രാ സദൃശം. ഈ സാദൃശ്യത്തെ കാണിക്കാനാണ് ഇവ ശബ്ദം പ്രയോഗിക്കുന്നത്. ചന്ദ്ര ഇവ ആനനം, ചന്ദ്രനെ പോലെയുള്ള മുഖം എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഊകാലയുടെ അർത്ഥം എന്തായി? ഊ മാത്രം. ഊ മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊവിന്റെ മാത്രം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഊവിന്റെ മാത്രയ്ക്ക് സദൃശമായ കാലം എന്ന് വെച്ചാൽ മാത്ര. അപ്പൊ പിന്നെ ഈ ഊ എന്താണെന്നറിയണം, എന്നാലേ ബാക്കി പറയുന്നതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഈ പറയുന്നത് എന്താണെന്ന് ആർക്കും പിടികിട്ടിയിട്ടില്ല. അത് പിടികിട്ടണമെങ്കിൽ ഊ മനസ്സിലാക്കണം. ഇവിടെ ഊ എന്ന് ദീർഘത്തിലല്ല എഴുതിയിരിക്കുന്നു. ഈ ദീർഘത്തിൽ എഴുതിയിരിക്കുന്ന ഊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകമാത്രമുള്ള ഹ്രസ്വ ഊ, ദ്വിമാത്രത്തിലുള്ള ദീർഘവും, 3 മാത്രത്തിലുള്ള പ്ലുതവും. ഈ 3 ഊവിനെയും കൂടെ ചേർത്തിട്ടാണ് സൂത്രത്തിൽ ഊ എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ പാണിനി കാര്യങ്ങളെ എത്രമാത്രം ചുരുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് നമുക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമുള്ളത്. ഇതാണ് സൂത്രം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളെ പാണിനിയുടെ ചുരുക്കിയിരിക്കുകയാണ്. ഒന്ന്, ഹ്രസ്വവും ദീർഘവും പ്ലുതവും എന്ന് പറയേണ്ട സ്ഥാനത്ത് ഊ എന്ന് പറഞ്ഞു. മാത്ര സദൃശമായ മാത്ര എന്ന് പറയേണ്ട, അല്ലെങ്കിൽ മാത്രയ്ക്ക് തുല്യമായ മാത്ര എന്ന് പറയേണ്ട സ്ഥാനത്ത് കാല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളതിനെ വിശദീകരിച്ച് മനസ്സിലാക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? ഹ്രസ്വമായ ഉകാരം, അതായത് ഏകമാത്രയുള്ള ഉകാരം, ദ്വിമാത്രയുള്ള ഉകാരം, ത്രിമാത്രയുള്ള ഉകാരം, ഇവയുടെ ഈ മാത്രകൾക്ക്, ഇതിൽ 3 മാത്രകളാണല്ലോ. ഒന്ന് ഹ്രസ്വം, ഒന്ന് ദീർഘം, മറ്റൊന്ന് പ്ലുതം. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. ഒന്നിൽ 1 സെക്കൻഡ്, രണ്ടാമത്തേൽ 2 സെക്കൻഡ്, മൂന്നാമത്തേൽ 3 സെക്കൻഡ്. അതിനൂടെ മാത്ര എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇതുപോലെയുള്ള മാത്രയുള്ള സ്വരങ്ങൾക്ക് എന്നാണ് ഊകാലോ അച്ചെന്ന് പറഞ്ഞ അർത്ഥം. നമ്മൾ ഊ ഓ ഊ എന്ന് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ അവിടെ ഊകാരത്തിന് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് ഇങ്ങനെ മാത്ര വരുന്നത്, ഇതുപോലെ ഏതെല്ലാം സ്വരങ്ങൾക്ക് മാത്രകൾ വരുന്നുണ്ടോ ആ മാത്രകളുള്ള ആ സ്വരങ്ങൾക്ക് ക്രമപ്രകാരം 1 മാത്രയാണെങ്കിൽ ഹ്രസ്വം, 2 മാത്രയാണെങ്കിൽ ദീർഘം, 3 മാത്രയാണെങ്കിൽ പ്ലുതം എന്ന് സംജ്ഞ വരും. അപ്പൊ ഇവിടെ ഊ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ദൃഷ്ടാന്തം എടുത്താണ്. എന്തിനു വേണ്ടി? മറ്റു സ്വരങ്ങളിൽ ഈ മാത്രയെ നമുക്ക് പരിചയപ്പെടുത്താൻ. ഉദാഹരണം അകാരത്തെ എടുക്കുക. ഊ എന്നുള്ളതിനെ നമ്മൾ 1 മാത്രയിൽ ഉച്ചരിച്ചു. ഊ
അതുപോലെ അകാരത്തെ ഉച്ചരിക്കുക ആ. അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉ എന്ന് പറയുന്നതിന് ഒരു മാത്രയിൽ ഉച്ചരിച്ചപ്പോ അതുപോലെ അകാരത്തിൽ ഉച്ചരിച്ചു ആ. അപ്പോൾ ആക്ക് എന്ത് വരും? ഹ്രസ്വം എന്ന് പറയുന്ന സംജ്ഞ വരും. ഉ എന്ന് രണ്ട് മാത്രയിൽ ഉച്ചരിച്ചു. പാണിനി നമ്മൾ ഉച്ചരിച്ച് കാണിച്ചു തരികയാണ് ഊ കാലഹ എന്ന് പറഞ്ഞിട്ട്. അവിടെ പാണിനി ഓ ഏകമാത്ര, ഓ ദ്വിമാത്ര, ഓ ത്രിമാത്ര എന്ന് പറയുന്നതിന് പകരം ഊകാല എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ചോളൂ. അപ്പോൾ ഊ എന്ന് രണ്ട് മാത്രയിൽ ഉച്ചരിക്കുന്നത് പോലെ ഒരു സ്വരത്തെ ഉച്ചരിച്ചു, ഉദാഹരണം ആകാരത്തെ രണ്ട് മാത്രയിൽ ആ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് ദീർഘം എന്ന് പറയുന്ന സംജ്ഞ വരും, പേര് വരും. ഇനി അതുപോലെ ഊ എന്ന് പറയുന്നത് ഞാൻ പാണിനി മൂന്ന് മാത്രയിൽ ഉച്ചരിച്ച് നമ്മളെ കാണിക്കുകയാണ്. അതാണ് ഊകാല എന്ന് പറയുന്നത്. അതിനെ വിശദീകരിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അർത്ഥം കിട്ടി. ഊകാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉകാരത്തെ മൂന്ന് മാത്രയിൽ ഉച്ചരിക്കുക. അങ്ങനെ ഉച്ചരിച്ചിട്ട് പറയാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാത്രയിൽ ആയത്തന്നെ ഉച്ചരിക്കുക ആ. അതിന് പ്ലുതം എന്ന സംജ്ഞ വരും. ഇതാണ് ഈ സൂത്രത്തിന്റെ താല്പര്യം. ഇത് ശരിക്കും മനസ്സിലാക്കിയാലേ ഇതിന്റെ വൃത്തിയിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരുപാട് വ്യാകരണ നിയമങ്ങളെ ഇതിന്റെ വൃത്തിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത് ആദ്യം പഠിക്കുന്നവർക്ക് മനസ്സിലാകാൻ കുറച്ച് ക്ലിഷ്ടത അനുഭവപ്പെടും. ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഒരു മാത്രയാണെങ്കിൽ ഹ്രസ്വം, രണ്ട് മാത്രയാണെങ്കിൽ ദീർഘം, മൂന്ന് മാത്രയാണെങ്കിൽ പ്ലുതം. ഇത്രയും മനസ്സിലാക്കാവുള്ളൂ. അതാദ്യം ഉറപ്പിക്കുക. പക്ഷെ ഇതിന്റെ വ്യാഖ്യാനത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ പോകുമ്പോൾ കുറച്ച് പ്രയാസം പോലെ തോന്നും. പക്ഷെ വ്യാകരണം പഠിക്കുമ്പോൾ ഏത് നിയമങ്ങൾ പഠിച്ചാലും ശരി, മനസ്സിൽ ഒരിക്കലും ഇത് ക്ലിഷ്ടമാണ്, പ്രയാസമാണ് എന്നുള്ളൊരു ധാരണ വയ്ക്കാതിരിക്കുക. അങ്ങനെ ഒരു ധാരണ വന്നു കഴിഞ്ഞോ അത് മനസ്സിലാകത്തില്ല. ഇതെല്ലാം വെറും നിസ്സാരമാണെന്നുള്ള മനോഭാവത്തിൽ ഇതിനെ സമീപിക്കാവൂ. പ്രയാസമെന്ന് എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞോ മുമ്പോട്ട് പോകത്തില്ല, അവിടെ നിന്നുപോകും. അതുകൊണ്ട് പ്രയാസമെന്ന് തോന്നുന്ന ഭാഗങ്ങളെയും നിസ്സാരമായിട്ട് ഇതിനെ സമീപിക്കുക. സാരമില്ല, അതൊന്നും മനസ്സിലാക്കത്തക്കതേ ഉള്ളൂ എന്നുള്ളൊരു ഭാവത്തിൽ സമീപിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരും. പിന്നെ ഇത് പഠിക്കണമെങ്കിലും എന്താണ്, ഇത് കാര്യങ്ങൾ മനസ്സിലായാലേ ഒരാൾക്ക് ഇത് ഒരു രസം തോന്നത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റത്തില്ല, നിർത്തേണ്ടി വരും. മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിതിന്റെ ഈ കുരുക്കുകൾ അഴിക്കുന്നതിന് മനസ്സിലൊരു രസം തോന്നും. അപ്പോൾ മുമ്പോട്ട് പോകാനുള്ള ഒരാഗ്രഹം വരും, ജിജ്ഞാസ വരും, അറിയാനുള്ള. കഴിയുന്നത്ര മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. ചില ഭാഗങ്ങൾ മനസ്സിലാകാതെ വന്നാലും നിരാശപ്പെടേണ്ട. കാരണം അത് ആദ്യമേ ഞാൻ പറഞ്ഞു, മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വ്യക്തമായിക്കോളും. എല്ലാം ഇവിടെ വെച്ച് പൂർണ്ണമായി മനസ്സിലാക്കി പോകാമെന്ന് പറയുന്നു, അത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. പിന്നെ ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ ഇത് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ ഒരാൾ ഒരമണിക്കൂർ ഒരു ദിവസം ഇതിനെക്കുറിച്ച് മറ്റൊരാളുമായി ചർച്ച ചെയ്താൽ മനസ്സിലാക്കത്തക്ക കാര്യങ്ങളുള്ളൂ, ഏകദേശം പൂർണ്ണമായി തന്നെ. അല്ല, സ്വയം ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനുവേണ്ടി അതിന്റെ ഇരട്ടി സമയം ചെലവാക്കിയാൽ നന്നായിരിക്കും. ഒരു മണിക്കൂർ അത്രയും വേണമെന്നില്ല. നല്ല ശേഷിയുള്ളവരാണെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിപ്പോകും.
ചിലപ്പോൾ അങ്ങനെ തോന്നും, മനസ്സിലായില്ലെന്നും വരും. അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കരുത്. ഒരു കാര്യം മനസ്സിലായോ എന്നുള്ള കാര്യം നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കണം. ഇത് മനസ്സിലായോ? അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത്. പരീക്ഷിച്ചു നോക്കണം, ഒന്ന് ഓർത്തു നോക്കണം. എന്താണ് ഇന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഓർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലായി, ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിന് ഒന്ന് ചർച്ച ചെയ്യുക, അരമണിക്കൂർ, അല്ലെങ്കിൽ സ്വയം ഒന്നുകൂടി ആവർത്തിക്കുക. സാധാരണഗതിയിൽ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ 1 മണിക്കൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂർ ചർച്ച ചെയ്യണമെന്നാണ് അതിൻ്റെ നിയമം. ആ ജോലി കൂടെ ഞാൻ ഏറ്റെടുത്തു. എന്ന് വെച്ചാൽ 1 മണിക്കൂറിനെ ഞാൻ 4 1 മണിക്കൂർ പഠിപ്പിക്കേണ്ട കാര്യം ഞാൻ 1/4 മണിക്കൂർ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അല്ല, അതിനെ ഇരട്ടിയാക്കി. 1 മണിക്കൂർ പഠിപ്പിക്കേണ്ടതിന് ഞാൻ 4 മണിക്കൂർ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. 1 ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം 4 ക്ലാസ് കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രയത്നം കുറഞ്ഞു. 1 മണിക്കൂറിന് 1/4 മണിക്കൂർ പരിശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ അരമണിക്കൂർ പരിശ്രമിച്ചാൽ മതി. കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ മനസ്സിലാകുന്നവർക്ക് ഇത്രയും വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാലും അവർ നോക്കണം, എന്തെങ്കിലും പഠിച്ചവരും ചിന്തിക്കണം, നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, നമ്മൾ ധരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നിട്ടുണ്ടോ. അപ്പോൾ പഠിച്ചിട്ടുള്ളവർക്കും അത് പ്രയോജനകരമായി തന്നെ തോന്നും. അതുകൊണ്ട് ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വ്യാകരണം പഠിക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, വ്യാകരണം എന്ന് പറയുന്നത് ഈ സംസ്കൃത ഭാഷയുടെ താക്കോലാണ്. ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കലവറയും തുറന്നു കയറാം. അതാണ് എൻ്റെ പെർമിഷൻ. ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു ആത്മവിശ്വാസം അത് നമുക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാവും. നമുക്കെന്തെങ്കിലും പറയാനും ഒന്നും പറയുന്നതിൽ ഒരു ആത്മവിശ്വാസം കുറവായിരിക്കും. ഇതല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കണമെങ്കിലോ മനസ്സിലാക്കുക എന്നുള്ളതല്ല പ്രധാനമായിട്ടും. എന്തെങ്കിലും ഒരു കാര്യമൊന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആൾക്കാരൊന്ന് കഥ എഴുതുന്നത് പോലെയാണ്. 100 പുസ്തകം വായിച്ച് 100 കുറിപ്പടി എഴുതി വെച്ച് മരുന്നിന്റെ കുറിപ്പടി പിന്നെ എല്ലാം പറയേണ്ടി വരും. എന്നാൽ തന്നെ ബബ്ബാന്നായി. അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഏതൊരു ശാസ്ത്രവും നമുക്ക് സ്വയം മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നോ ഇല്ല എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം. അത് പരോപകാരം മനസ്സിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, അതില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കത്തില്ല. പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ഒരു ത്യാഗമൊന്നുമല്ല, മഹത്വമല്ല. മറ്റുള്ളവർ നന്നാവണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വയം ഇത് മനസ്സിലാക്കാനാണെങ്കിലും അതിനൊരു താൻ ധരിക്കുന്നത് ശരിയാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം വരണമെങ്കിൽ ഇതിലൂടെ തന്നെ കടന്നിരുന്നു, വിശേഷിച്ച് സംസ്കൃതത്തെ സംബന്ധിച്ച്. എന്നാലേ നമുക്ക് ആത്മവിശ്വാസം വരത്തുള്ളൂ. അങ്ങനെ വന്നാലേ നമ്മൾ ഗ്രഹിക്കുന്ന ആധ്യാത്മികമായ ആശയങ്ങളിൽ നമുക്ക് വ്യക്തതയും ദൃഢതയും വരത്തുള്ളൂ. അത് ഈ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ, അത് ഭ്രാന്തിയാണോ പരമാർത്ഥമാണോ എന്നൊന്നും സ്വയം തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല, ഇരുട്ടിത്തപ്പെടും. അതുകൊണ്ട് ഇതിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും വ്യർത്ഥമല്ല. ഇപ്പം നമ്മൾ എത്ര ക്ലാസ്സായി?
7-8 ക്ലാസ് ആയിട്ടുണ്ട്. ഈ 12 വർഷം നമ്മൾ എത്ര ക്ലാസ് എടുത്തിരിക്കും? 10,000 ക്ലാസ് എടുത്തിരിക്കും. എനിക്ക് തോന്നുന്ന അതിനേക്കാളും പ്രയോജനപ്രദമായിട്ട് വന്ന ഈ 8 ക്ലാസ്സാണ് നിങ്ങളെ സംബന്ധിച്ച്. അതായിരിക്കും നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ഇതായിരിക്കും ഏറ്റവും പ്രയോജനം. മറ്റതെന്ന് പറയുന്നത് എന്താണ്? മൂലക്കല്ല് വയ്ക്കാതെ കെട്ടിടം കെട്ടുകയാണ്. ഇതങ്ങനെയല്ല. നമ്മൾ വീടൊക്കെ വെച്ചതിന് ശേഷം ഒരു മൂലക്കല്ല് അടിയിൽ തിരികെ കയറ്റിയാണ് മാന്തിയിട്ട്. ആണ് അതിന്റെ വ്യത്യാസം.